واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سقاني الشوق كأسات الفناء فقلت بسكرتي فوق البقاء مراديا مراديا مرادي شيخ محي الدين مرادي أنا في حضرة التوصيل فاردي يقلبني وحسبي ذو السماء مراديا مراديا مرادي شيخ محي الدين مرادي مريدي لا تخف ربي كريم هداني للوصول مع البهاء مراديا مرادي شيخ محي الدين مرادي واسمي اسم خير الأنبياء وأحوالي تؤثر في الحشاء مرادي شيخ محي الدين مرادي إلهي فاعفوا لأبي وأمي وأستاذي بحرمة ذي السناء مرادي شيخ محي الدين مرادي إلهي عبدك المسكين فارحم بغفران الذنوب وبالفناء مرادي شيخ محي الدين مرادي. الله سبحانه وتعالى മഹാനായ ഖുത്ബുൽ അഖ്താബ് ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം അല്ലാഹു മാറാട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു അകറ്റി തരുമാറാകട്ടെ. കടങ്ങളൊക്കെ അല്ലാഹു വീട്ടി തരുമാറാകട്ടെ. ജീലാനി ദിനമാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരായ ഖുതുബുകൾ, മഹാന്മാരായ ഔലിയാക്കൾ, മഹാന്മാരായ സജ്ജനങ്ങൾ അവരുടെ ആണ്ട് വരുമ്പോൾ നമുക്ക് അവരെ കുറിച്ച് പറയുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് ഇൻഷാ അല്ലാഹ് മഹാനായ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ കുറിച്ച് അല്പം മാത്രം നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അബ്ദുൽ ഖാദിർ എന്നാണ് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര്. മുഹ്യിദ്ദീൻ അതെങ്ങനെ കിട്ടി? ആ പേര് പിന്നീട് കിട്ടുന്നത് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ജീവിതം അല്ലാഹുവിൽ ലയിച്ചുകൊണ്ടുള്ള ജീവിതമായി. ഒരുപാട് ആളുകളെ ദീനിലേക്ക് ക്ഷണിച്ചു, ഒരുപാട് വാളുകൾ പറഞ്ഞു.
ഒരുപാട് ആളുകൾക്ക് ദർസ് നടത്തി, ദീനി വിജ്ഞാനങ്ങൾ നുകർന്നു കൊടുത്തു. അങ്ങനെ തൻ്റെ ജീവിതം മുഴുവനും അല്ലാഹുവിൽ ലയിച്ചു ചേർന്നപ്പോൾ ആ ഒരു ജീവിത രീതിയും ദീനിനെ സജീവമാക്കുകയും ചെയ്തപ്പോഴാണ് ദീനിനെ സജീവമാക്കുന്ന വ്യക്തി മുഹ്യിദ്ദീൻ, ദീനിനെ ഹയാത്താക്കിയവൻ എന്ന അർത്ഥം കുറിക്കുന്ന പേര് മഹാനവറുകൾക്ക് ലഭിക്കുന്നത്. ആ പേരിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ. ഒരു വ്യക്തി നന്നാകുന്നതിൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി അവരുടെ മാതാപിതാക്കളാണ്. അതെന്തേ കാരണം? ഓരോ മഹാന്മാരുടെയും ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ, അതിൻ്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഹലാലായത് മാത്രം കഴിക്കുന്നു, ഹലാലായതിൽ മാത്രം ചെലവഴിക്കുന്നു, ഹറാമുകളിലേക്ക് പോകാതെ ജീവിതം സംശുദ്ധമാക്കിയ വ്യക്തിയാണോ അവരിൽ നിന്ന് വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളും ആ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കാൻ കഴിയുകയാണ്. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മാതാപിതാക്കളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ആ ഒരു വഴിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മഹാനവറുകളുടെ പേര് മൂസ അബ്ദു സാലിഹ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ വിശന്ന് 3 ദിവസത്തോളമായി, ഒന്നും കിട്ടിയിട്ടില്ല, നന്നായി വിശക്കുന്നു. അപ്പോഴാണ് നദിയിൽ നിന്ന് ഒഴുകി വരുന്നു, എന്തോ ഒഴുകി വരുന്നു. മുന്നിലെത്തിയപ്പോൾ അത് എടുത്തു നോക്കിയപ്പോൾ നല്ലൊരു ആപ്പിളെടുത്തു. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഒന്ന് കടിച്ചപ്പോഴാണ് ഉള്ളിൽ നിന്ന് തഖ്വയുടെ ഒരു ശബ്ദം ഉയർന്നത്. പടച്ചോനെ, ഇത് എനിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ എങ്ങനെ ഹറാമ് കഴിക്കും? ചിന്ത, നല്ല ചിന്തയാണ്. മഹാനവറുകൾ ആ ചിന്തയോടുകൂടെ, പടച്ചോനെ, ഇതിന്റെ ഉടമയെ കണ്ടെത്താതെ ഇന്ന് എനിക്ക് ഉറക്കമില്ല, ഇതിന്റെ ഉടമയെ കണ്ടെത്താതെ ഇന്ന് വേറൊരു പണിക്കും ഞാൻ പോകില്ല. നേരെ മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയെ കുറിച്ചാണ് ഈ ചരിത്രം. മഹാനവറുകൾ നടക്കുകയാണ്, ആ പുഴയോരത്തൂടെ നടക്കുകയാണ്. ഈ ആപ്പിൾ ഏതെങ്കിലും ഒരു കൊമ്പിൽ നിന്നാണല്ലോ ഈ പുഴയിലേക്ക് വീഴുക. ഈ കൊമ്പും തെരഞ്ഞു പോകുന്നു. തെരഞ്ഞു പോയി നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു കൊമ്പ് ഇങ്ങനെ പുഴയിലേക്ക് നിൽക്കുന്നുണ്ട്, തൂങ്ങി നിൽക്കുന്നുണ്ട്. ആ തൂങ്ങി നിന്നത് കണ്ടപ്പോൾ മഹാനവറുകൾക്ക് വ്യക്തമായി, ഈ ആപ്പിള് വീണത് ഈ കൊമ്പിൽ നിന്നാണ്. നേരെ അങ്ങോട്ട് കയറിയിട്ട് അതിന്റെ ഉടമയെ അന്വേഷിച്ചു. ഉടമയെ അന്വേഷിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോയി വാതിലിന് മുട്ടി. വാതിൽ തുറന്നപ്പോൾ ആ വ്യക്തിയോട് അബൂ സാലിഹ് എന്ന് പറയുന്ന ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് പറയുകയാണ്, അല്ലയോ മനുഷ്യ, എനിക്ക് മാപ്പാക്കണേ. നോക്കൂ, ഒരു തഖ്വയുള്ള മനുഷ്യനിൽ നിന്ന് അങ്ങനെയുള്ളൊരു മാപ്പ്, അഫുവിന്റെ മനസ്സ് വരികയുള്ളൂ. അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് ഒരു മനസ്സ് വരികയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, 3-4 ആളുകൾ പീടികയിലേക്ക് കയറുകയാണ്. അവിടെ നിന്ന് നന്നായി ഭക്ഷണം കഴിക്കുകയാണ്. പിന്നീടോ ഒരാൾ വേറൊരു വഴിയിലൂടെ പോകുന്നു. പാടില്ല, തെറ്റാണ്. കാരണം ഹറാമിന്റെ ഭക്ഷണം നമ്മുടെ വയറ്റിലേക്ക് ഇറങ്ങാൻ പാടില്ല, തെറ്റാണ്. ആ ഹറാമിന്റെ ഭക്ഷണം നമ്മുടെ വയറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലോ പിന്നീട് അതിൽ നിന്ന് പൊട്ടിവിടരുന്ന ഒരു രക്തത്തിന്റെ അംശം നമ്മുടെ ശരീരത്തിലുണ്ടോ, പിന്നെ ആ വ്യക്തി നന്നാവുകയില്ല. അത് ലൈമ് കുടിക്കുന്നത് എടുത്താണെങ്കിലും ശരി, ചായ കുടിക്കുന്നത് എടുത്താണെങ്കിലും ശരി, ആ പീടികയിലെ അതിന്റെ ഉടമക്ക് അത് അനുവാദമില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ശരീരത്തിലേക്ക് ഇറക്കാൻ പാടില്ല. വഴിയോരത്തുകൂടെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ മാവിൽ നിന്ന് മാങ്ങ വീണ് കിടക്കുന്നുണ്ടാവും.
പ്രിയപ്പെട്ട മക്കളെ, എടുത്തു പോകരുത്. എടുത്ത് നമ്മൾ അറിയാതെ പിശാച് ഒന്ന് കഴിക്കാൻ വേണ്ടി തോന്നിപ്പിച്ചേക്കാം. പക്ഷേ അതൊന്ന് കഴിച്ചു പോയാൽ ഹറാമ് നമ്മുടെ വയറ്റിലേക്ക് എത്തിപ്പോയി. വയറ്റിലെത്തിയാലോ അതിങ്ങനെ ഉത്ഭവിച്ച് അതിൽ നിന്ന് പൊട്ടിമുളക്കുന്ന, അതിൽ നിന്ന് വരുന്ന ഒരു രക്തത്തിന്റെ ഒരു അംശം നമ്മുടെ ശരീരത്തിലായോ നമ്മള് വിജയിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നേരായ മാർഗത്തിൽ ചലിച്ച് അവസാനം നല്ലവരോടൊപ്പം കഴിഞ്ഞുകൂടി ആഖിബത്ത് നന്നായി മരിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ വരാം. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ആ ഉടമയോട് പറയുന്നു, എനിക്ക് മാപ്പാക്കണേ. അദ്ദേഹം ചോദിച്ചു, എന്തേ കാര്യം? അദ്ദേഹം പറയുകയാണ്, ഇതാ ഞാൻ നിങ്ങളുടെ ഈ ആപ്പിൾ മരത്തിൽ നിന്ന് ആപ്പിൾ വീണു, അതിങ്ങനെ ഒഴുകി എന്റെ മുമ്പിലെത്തിയപ്പോൾ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഞാൻ ആപ്പിൾ എടുത്തു ഒന്ന് കടിച്ചു. അപ്പോഴാണ് എന്റെ മനസ്സിൽ ഓർമ്മ വന്നത്, ഇത് എനിക്ക് കഴിക്കാൻ പാടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കിപ്പോ എന്തേ ആവശ്യം? എനിക്കൊന്ന് മാപ്പ് തരണം. അദ്ദേഹം പറഞ്ഞു, മാപ്പ് തരില്ല. പേടിച്ചുപോയി. മാപ്പ് തരൂല. മാപ്പ് തരണമെങ്കിൽ എന്റെ തോട്ടത്തിൽ നിങ്ങൾ പണിയെടുക്കണം. ഇദ്ദേഹം വിനയത്തോടെ ചോദിച്ചു, നിങ്ങളുടെ തോട്ടത്തിൽ പണിയെടുത്താൽ എനിക്ക് മാപ്പ് തരുമോ? ആ, മാപ്പ് തരാം, എന്നാൽ ഞാൻ റെഡി. നോക്കൂ എന്തൊരു മനസ്സാണ്. നമ്മളാണെങ്കിലും എന്റെ തോട്ടത്തിൽ പണിയെടുക്കുക, അതിന് വേറെ ആളെ നോക്കിപ്പോന്ന് പറയും. പക്ഷേ എങ്കിലും ആ വ്യക്തിയോടുള്ള ഹക്ക് വീട്ടണമല്ലോ. ആ വ്യക്തിയോടുള്ള ഹക്ക് വീട്ടുന്നത് അത് തോട്ടത്തിൽ പണിയെടുത്തിട്ടാണെങ്കിലും ശരി, അത് ഞാൻ വീട്ടിക്കൊടുക്കേണ്ടത് എന്റെ ബാധ്യതയാണല്ലോ. ചിന്തിച്ച മഹാനായ അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു തോട്ടത്തിൽ പണിയെടുക്കുമ്പോൾ ഇദ്ദേഹം അഥവാ ഈ ഉടമ നോക്കുന്നുണ്ട്, വീക്ഷിക്കുന്നു. സുബ്ഹാനല്ലാഹ്, വളരെ കൃത്യമായി നല്ല ജോലി ചെയ്യുകയാണ് അദ്ദേഹം. ഒരു ആപ്പിള് പോലും മറ്റൊരാൾക്ക് ഒന്നും തന്നെ അനുവാദമില്ലാതെ കൊടുക്കുന്നില്ല. എന്ത് കൊടുക്കുന്നുണ്ടോ മുതലാളിയോട് ചോദിക്കുന്നു. നല്ല ഒരു പണിക്കാരനെയാണല്ലോ എനിക്ക് കിട്ടിയത്. മുതലാളി നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ്, നല്ലൊരു പണിക്കാരൻ. പിന്നീട് വീക്ഷിച്ചു, ദുഹറിന്റെ സമയമായി നിസ്കരിക്കുന്നു. ഓരോ ഭക്തിന്റെ സമയമാകുമ്പോഴും നിസ്കരിക്കുന്നു, തോട്ടത്തിൽ വെച്ച് നിസ്കരിക്കുന്നു. അപ്പോഴാണ് ഈ ഉടമ ചിന്തിച്ചത്, പടച്ചോനെ, ഇങ്ങനെ ഒരു പണിക്കാരൻ എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ലല്ലോ. നല്ല ഒരു പണിക്കാരനെയാണല്ലോ എനിക്ക് കിട്ടിയത്. അദ്ദേഹം ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഉടമയെ കാണണമല്ലോ, മുതലാളിയെ കാണണമല്ലോ. മുതലാളിയുടെ അടുത്ത് വളരെ വിനയാന്വിതനായി നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ ഇന്ന് പണിയെടുത്തില്ലേ, എനിക്ക് മാപ്പാക്കുമോ? അദ്ദേഹം പറഞ്ഞു, മാപ്പാക്കണമെങ്കിൽ എന്റെ മകളെ വിവാഹം കഴിക്കണം. അടുത്ത ഡിമാൻഡാണ്. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചാൽ എനിക്ക് മാപ്പ് തരുമോ? അദ്ദേഹം പറഞ്ഞു, മാപ്പ് തരാം. ആലോചിച്ച് നോക്കി, പണിയെടുക്കാൻ വേണ്ടി പോയതാണ്, പണിയെടുത്തു കഴിഞ്ഞു, ഇനി വീട്ടിലേക്ക് മാപ്പ് വാങ്ങിയിട്ട് തിരിച്ചു പോകാം എന്ന് പറഞ്ഞപ്പോഴാണ് എന്റെ മകളെ വിവാഹം കഴിക്കണം. അത് കുടുങ്ങിയില്ലേ? അപ്പോൾ പറഞ്ഞു, പക്ഷേ എന്റെ മകളെ വിവാഹം കഴിക്കാം, നിങ്ങൾക്ക് ഒരു സംഗതിയും കൂടെ ഞാൻ പറഞ്ഞു തരാം. എന്റെ മകൾക്ക് കണ്ണ് കാണൂല, എന്റെ മകള് സംസാരിക്കൂല, എന്റെ മകൾ കേൾക്കൂല. പഠിച്ചോനെ, ഇങ്ങനത്തെ പെണ്ണിനെയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. ബേജാറായിപ്പോയി. അദ്ദേഹം ചോദിച്ചു, ഓക്കെ, നിങ്ങളെ മകളെ വിവാഹം കഴിച്ചാൽ എനിക്ക് നിങ്ങൾ മാപ്പ് തരുമോ? അദ്ദേഹം പറഞ്ഞു, മാപ്പ് തരാം. അങ്ങനെ അദ്ദേഹത്തിന് നിക്കാഹ് ചെയ്തു കൊടുത്തു. നവദമ്പതിമാർ കഴിയേണ്ട മണികറയിലേക്ക് ഇദ്ദേഹത്തെ പറഞ്ഞയച്ചു. റൂമിലേക്ക് എത്തിയപ്പോൾ
ഇദ്ദേഹം ബേജാറായതൊന്നുമല്ല, ഇദ്ദേഹം പറഞ്ഞ വസ്തുക്കളൊന്നും ആ പെണ്ണിനില്ല. നേരത്തെ പറഞ്ഞ വസ്തുക്കൾ എന്താണ്, വിശേഷണങ്ങൾ എന്താണ്? കണ്ണ് കാണൂല, ഈ പെണ്ണിന് പഠിച്ചവനെ കണ്ണ് കാണുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ സംസാരമൊപ്പമുള്ള നല്ല സുന്ദരിയായ പെണ്ണാണല്ലോ. ആ റൂമിലേക്ക് പോയി നേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു. അതെന്ത് ഇങ്ങോട്ട് പോകുന്നത്? പോയാണ് ഇദ്ദേഹം പറയുന്നത്, നിങ്ങൾ എന്നോട് പറഞ്ഞത് കണ്ണ് കാണൂല, സംസാരിക്കൂല, കാത് കേൾക്കൂല എന്ന് പറഞ്ഞൊരു പെണ്ണിനെയല്ലേ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ നല്ല സൂഖിയായ സുന്ദരിയായ പെണ്ണാണല്ലോ, ആ പെണ്ണിന് കണ്ണുണ്ടല്ലോ, കാതുണ്ടല്ലോ. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മറുപടി, ഓ മനുഷ്യ, ഞാൻ എൻ്റെ റബ്ബിനോട് ദുആ ചെയ്യുന്നത് തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. എന്താണെന്നറിയോ ഞാൻ ദുആ ചെയ്യുന്നത്? പടച്ചവനേ, എൻ്റെ മകൾക്ക് സ്വാലിഹായ ഒരു ഭർത്താവിനെ തരണേ എന്ന് ഞാൻ ദുആ ചെയ്തു തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. പക്ഷേ എൻ്റെ മകൾക്ക് പറ്റിയ ഭർത്താവിനെ തെരഞ്ഞു കൊടുക്കേണ്ടത് എൻ്റെ ബാധ്യതയാണല്ലോ. പക്ഷേ ഞാൻ പലരെയും വീക്ഷിച്ചു നോക്കി, പലരിലും നിസ്കാരമില്ല, പലരെയും വീക്ഷിച്ചു നോക്കി, അവരിൽ പലരും പല രൂപത്തിലൂടെ തെറ്റുകൾ ചെയ്യുന്നവരാണ്. പക്ഷേ ഇന്ന് കിട്ടിയ എൻ്റെ തോട്ടത്തിൽ പണിയെടുത്ത നിങ്ങളെയും ഞാൻ വീക്ഷിച്ചു നോക്കി. എൻ്റെ ആപ്പിള് എൻ്റെ സമ്മതമില്ലാതെ ഒരാൾക്കും നിങ്ങൾ കൊടുക്കുന്നില്ല. പോയിന്റ് ഒന്ന്. മറ്റൊന്ന്, നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ നിങ്ങൾ കൃത്യമായി നിസ്കരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ ആഫുവിന്റെ മനസ്സുമായി വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഒരു ചെറിയ സന്തോഷമുണ്ട്. പിന്നെ ഒന്നുകൂടെ പരീക്ഷണത്തിന് വേണ്ടി ഞാൻ ഒന്ന് നിങ്ങളെ പറഞ്ഞേച്ചതാം. അതുകൊണ്ട് ഇനി നിങ്ങൾ എൻ്റെ തോട്ടത്തിൽ പണിയെടുക്കേണ്ടതില്ല, എൻ്റെ മകളെ നിങ്ങൾക്ക് സമ്മാനമായി തരുന്നു. ഇനി നിങ്ങൾ എൻ്റെ മകളുടെ ഭർത്താവായി ജീവിക്കണേ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മകൾക്ക് കണ്ണ് കാണില്ല എന്ന് പറഞ്ഞല്ലോ, സംസാരിക്കില്ല എന്ന് പറഞ്ഞല്ലോ, അതുപോലെ കാത് കേൾക്കില്ല എന്ന് പറഞ്ഞല്ലോ. അതെന്താണ്? എൻ്റെ മകള് ഹറാമായത് സംസാരിക്കൂല, എൻ്റെ മകള് ഹറാമായത് കാണൂല, എൻ്റെ മകള് ഹറാമായത് കേൾക്കൂല. ആ നവദമ്പതിമാർ, അതേ ആ പെണ്ണിന്റെ പേര് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ആ മഹദിയാണ് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. ഈ തോട്ടത്തിൽ പണിയെടുത്ത മഹാനാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ. അവർ രണ്ടുപേരിൽ നിന്നും വിരിഞ്ഞുണ്ടായ പൊന്നുമോനാണ് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കൾ നന്നാകുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് അത് ഉമ്മയാണ്. അല്ലാഹു നമ്മെയും നമ്മുടെ മക്കളെയും അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. ആ പൊന്നുമോൻ വളരുകയാണ്. വളർന്ന് എല്ലാം മാരോട് തോളോമൽ ഏകൽ ആരുളാമേ എൻ്റെ കാലം നോവർപ്പിൽ കുതുബി റബ്ബാനി വൽഗൗഫി സമദാനി നജീനാ മിൻ കുല്ലി അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതൂങ്ങി അവരെ ദുആയും ബറകതും തൂമേ ബിൽ ഖുതുബി വൽ ഗൗസി സമദാനി ഈ വരി
മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ പറയാണ്, ഞാൻ എൻ്റെ ഉമ്മയുടെ മടിത്തട്ടിൽ വെച്ച് ചെറുപ്പത്തിൽ കേട്ട വരിയാണ്, അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആയും ബർക്കത്തും എത്തുമേ എന്ന് ഞാൻ കേട്ടു. അന്ന് എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ ഫാത്തിഹ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ദിവസം ഓതിയാൽ അല്ലാഹു തആല വലിയ ഉയർച്ച നൽകും. മഹാനവറുകൾ പറയുന്നു, അന്ന് കേട്ടത് മുതൽ പിന്നീട് എൻ്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഞാനത് കൊണ്ടു നടന്നു. അതുകൊണ്ട് തന്നെ താജുൽ ഉലമയുടെ ഉയർച്ചയുടെ എല്ലാറ്റിന്റെയും കാരണം മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. അതുകൊണ്ടല്ലേ തുഹ്ഫ എന്ന് പറയുന്ന വലിയ ഗ്രന്ഥമില്ലേ, ആ ഗ്രന്ഥം കാണാതെ ദർസ് നടത്തിയ ഒരു വ്യക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, അത് മഹാനായ താജുൽ ഉലമ ഉള്ളാങ്ങളാ. വഴിയിലൂടെ നടന്നു പോവുകയാണ്, പള്ളിയിൽ നന്നായി ജനനിബിഡമാണ്, ഒരുപാട് മുതഅല്ലിമുകളുണ്ട്. ആ മുതഅല്ലിമീങ്ങൾ ഇങ്ങനെ വായിച്ചു കൊടുക്കുന്നതിനിടയിൽ ഒരു അക്ഷരം തെറ്റിയാൽ മഹാനവറുകൾ കാണാതെയാണ് ദർസ് നടത്തുന്നത്. അവിടെ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് കാണാതെ പറഞ്ഞു കൊടുക്കാൻ കൽപ്പിന്റെ പണ്ഡിതനായി മാറിയത് മഹാനായ ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ ബറകത്താണ്. അതുകൊണ്ടല്ലേ നാക്കിന് എന്തൊരു ഫലമാണ്. എത്ര വലിയ വലിയ കൂറ്റൻ ആളുകളാണ് മഹാനവറുകളുടെ മുൻപിൽ ചെറിയ കൊച്ചു കുഞ്ഞിനെ പോലെ പേടിച്ചു നിൽക്കുന്നത്. അത് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ബറകത്താണ്. അതിന്റെ ട്രാൻസ്ഫോമറിന്റെ കണക്ഷനാണ് മഹാനായ താജുൽ ഉലമ കിട്ടിയത്. അതുകൊണ്ട് ഒരു ഫാത്തിഹ മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ എല്ലാ ദിവസവും നമ്മൾ ഓതണം. ഇപ്പോൾ ഒരു ഫാത്തിഹ നമ്മൾ ഓതണം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹു അതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. ആ കുട്ടിയുടെ ചെറുപ്പത്തിൽ തന്നെ കളവ് പറയരുത് ഉമ്മയുടെ ഉപദേശമാണ്. ചരിത്രം പറയാം, ചുരുക്കുകയാണ്. ആ കളവ് പറയാതെ ജീവിച്ച ആ കുട്ടി സുബ്ഹാനല്ലാഹ് അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഖുലിൽ ഹഖ വലൗ കാന മുറ. എത്ര വലിയ കൈപ്പുണ്ടെങ്കിലും, കൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഹഖ് മാത്രമേ പറയാവൂ, സത്യം മാത്രമേ പറയാവൂ. ഒരിക്കലും കളവിനെ മൂടി വെക്കാൻ പറ്റില്ല. ഒരു കാലത്ത് ആ കളവ് പുറത്തേക്ക് വരും. അതുകൊണ്ട് ഖുലിൽ ഹഖ, ഹഖ് മാത്രമേ നീ പറയാവൂ. വലൗ കാന മുറ, എത്ര വലിയ പ്രതിസന്ധി വന്നാലും നീ കളവ് പറയാൻ പാടില്ല. അതാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അവിടുത്തെ ഖുതുബിയ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ. قد كنت بالصدق والإخلاص والزهد والاجتهاد وفي المعد والعهد فكل أهل التقى والزهد والجود يدعوك يا أرسلنا محي ديني يا محي ديني يا محي الدين عبد القادر ജീലാനി. എന്താണ് അത് പറയുന്നത്? قد قمت بالصدق. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു നിലകൊണ്ടു. എന്തിൽ? സിദ്ഖിനായി നിലകൊണ്ടു. സത്യം മാത്രമേ പറയൂ. വൽ ഇഖ്ലാസ്, ഇഖ്ലാസിലായി ജീവിതം മാറ്റിവെച്ചു. വസ്സുഹദി, സുഹദിലും മാറ്റിവെച്ചു. എന്താണ് സുഹദ്? സുഹദ് എന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങോട്ട് ഒരു ധൈര്യത്തിൽ സുഹദ് എന്ന് പറഞ്ഞാൽ
ജീവിത പരിത്യാഗിയാണ്. ജീവിതം മുഴുവനും അല്ലാഹുവിലേക്ക് ലയിച്ച് ദുനിയാവ് പാടെ ഒഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. വൽ ഇജ്തിഹാദ്, നന്നായി പരിശ്രമിക്കുന്ന ആളാണ്, നന്നായി ജിഹാദ് ചെയ്യുന്നു. വാഗ്ദത്തം ചെയ്താൽ അത് പൂർത്തീകരിക്കുന്നു, കരാർ പൂർത്തീകരിക്കുന്നു. ഇജ്തിഹാദ്, സുബ്ഹാനല്ലാഹ്, നന്നായി പരിശ്രമിക്കും. നമ്മളെ പോലെയല്ല. നമുക്കോ ഖുർആൻ ഓതുമ്പോൾ ഉറക്കം വന്നാൽ നമ്മൾ മെല്ലെ കൂട്ടി വെച്ച് ഉറങ്ങും. പക്ഷേ മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു അങ്ങനെയല്ല. മഹാനവറുകൾ അതാ ഉറക്കം വരുമ്പോൾ ഒരു കാലിൽ നിൽക്കുകയാണ്. എന്തിനാണ് ഒരു കാലിൽ നിൽക്കുന്നത്? ഉറക്കം വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീണു പോകുമല്ലോ. അപ്പൊ പിന്നെ ഉറക്കിനെ നിയന്ത്രിക്കുകയാണ്. ഈ കാലുവേദനയായാൽ പിന്നെ അടുത്ത കാല് വെച്ച് ഈ കാല് പൊന്തിക്കുന്നു. ഉറക്കിനെ സമരം ചെയ്ത് ഇല്ലാതെയാക്കുകയാണ്. അങ്ങനെ ഖുർആൻ ധാരാളമായി ഓതുന്നു. ഓതി 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 സുബ്ഹാനല്ലാഹ്, എത്രയാണ് ഖത്മ് തീർക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റമദാൻ കഴിഞ്ഞു, ഇത്രയും ദിവസം നമ്മുടെ മുൻപിൽ വന്നു. ആരുണ്ട് ഒരു ഖത്മ് തീർത്തവരെന്ന് ചോദിച്ചാൽ എത്ര പേര് കഴിയുമെന്ന് പൊക്കുമെന്ന് നമ്മുടെ മനസ്സിനോടൊന്ന് ചോദിക്കുക. ഖുർആൻ എന്നുള്ളത് വെറും റമദാനിൽ മാത്രം ഓതി തീർക്കാനുള്ളതല്ലല്ലോ. ദിവസേന നമ്മൾ ഓതേണ്ടതില്ലേ? ഖുർആനുമായി നമുക്കൊരു ബന്ധം വേണ്ടേ മുഅ്മിനീങ്ങളെ? ആ ഖുർആനല്ലേ നാളെ ആഖിറത്തിൽ വരുമ്പോൾ നമുക്ക് ശുപാർശ ചെയ്യുന്നു ലി അഹ്ലിഹി, ആ ഖുർആൻ ഓതുന്ന ആൾക്ക് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതല്ലേ? അതുകൊണ്ട് നമുക്കൊരു ടൈം ടേബിൾ വേണം. ആ ടൈം ടേബിളിലൂടെ ഖുർആൻ പാരായണം ഖത്മ് തീർക്കുന്നത് ഇത്രയായിട്ട് ഞാൻ രേഖപ്പെടുത്തണം. അതോടൊപ്പം പതിവായി ഓതേണ്ട സൂറത്തുൽ യാസീൻ മുടങ്ങിപ്പോകരുത്, സൂറത്തുൽ വാഖിയ മുടങ്ങിപ്പോകരുത്, സൂറത്തുൽ മുൽക്ക് മുടങ്ങിപ്പോകരുത്. ഏറ്റവും ചുരുങ്ങിയത് അത് മാത്രമെങ്കിലും നമ്മൾ ഓതുന്ന, പതിവായി ഓതുന്നത് ഓതുകയോ ഒരു പേജെങ്കിലും കൃത്യമായി ഓതുകയും ചെയ്യണം. പണ്ടുള്ള ഉമ്മമാരില്ലേ, സബൂൽ മുൻജിയാത്ത്, സബൂൽ മുഹീഖാത്ത്, അവര് അങ്ങനെ തന്നെ ഓതുന്നു. നമ്മളും അതൊക്കെ ഓതിയാലല്ലേ നമ്മുടെ ജീവിതത്തിനൊരു ബറക്കത്തുണ്ടാകും. അതുകൊണ്ട് മഹാന്മാരെ സ്മരിക്കുന്ന ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ സ്മരിക്കുന്ന നമ്മള് നമ്മുടെ ജീവിതം അതുപോലെ മാതൃകയാക്കണം. വകുല്ലു അഹ്ലി തുഖാ വസുഹ്ദി വൽ ജുഹ്ദി യദ്ഉക യാ ഗൗസല്ലാൻ മുഹിയദ്ദീനി. അതേ, എല്ലാ വിഷയങ്ങളിലും തഖ്വയാണ്. തഖ്വയില്ലാത്ത ഒരു ജീവിതമില്ല. സുഹൃദാണ്, ജുഹ്ദാണ്. അങ്ങനെ അല്ലാഹുവിലേക്ക് അടുത്ത മഹാനാണ് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, സിദ്ഖ് എന്ന് പറഞ്ഞല്ലോ. ആ സിദ്ഖോ ഇസ്തിവാഉ സിർരി വൽ അലാനിയ, നമ്മുടെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെയാണ് അവൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ രഹസ്യ ജീവിതം വളരെ മോശമാണ്, പരസ്യമായിട്ടോ വളരെ മാന്യനാണ്. അങ്ങനെ പാടില്ല. മറിച്ച് രഹസ്യത്തിലും തെറ്റ് ചെയ്യുന്നില്ല, പരസ്യത്തിലും തെറ്റ് ചെയ്യുന്നില്ല. അതാണ് ഒരു മുഖ്ലിസായ വ്യക്തി. അപ്പൊ രഹസ്യവും പരസ്യവും നന്നായാൽ അതാണ് അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന വ്യക്തി. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ല, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, അദൃശ്യമായി നിൽക്കുമ്പോഴും അവരുടെ റബ്ബിനെ അവർ ഭയക്കുകയാണ്. അത്തരം ആളുകളുണ്ടല്ലോ, അവർക്കുണ്ട് ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ കബീർ, അവർക്ക് മഹത്തായ അല്ലാഹുവിന്റെ മഗ്ഫിറത്തുണ്ട്, വലിയ കൂലിയും അല്ലാഹു രേഖപ്പെടുത്തുന്നു. അല്ലാഹുവേ, ആ വലിയ കൂലി തന്ന് ഞങ്ങൾക്ക് നീ സ്വർഗം തരണേ അല്ലാഹ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലാ അറിയണേ, യഅലമു മൻ ഖലഖഹു ലതീഫുൽ ഖബീർ, എന്ത് സംഗതിയാണെങ്കിലും പടച്ച റബ്ബ് അറിയുന്നുണ്ട്.
കാരണം സൃഷ്ടിച്ച റബ്ബല്ലേ അല്ലാഹു. ആ സൃഷ്ടിച്ച റബ്ബിനറിയാമല്ലോ എന്റെ അടിമ എന്ത് ചെയ്യുന്നു എന്നറിയാമല്ലോ. ഒരു വാഹനം ഉണ്ടാക്കിയ വ്യക്തിക്ക് ആ വാഹനത്തിന്റെ എഞ്ചിൻ എവിടെ ഫിറ്റ് ചെയ്യണമെന്നും ആ വാഹനത്തിന്റെ റിമോട്ട് എവിടെയാണെന്നോ ആ വാഹനത്തിന്റെ സ്റ്റാർട്ടിങ് എവിടെയാണെന്നോ ആ സ്റ്റാർട്ടിങ്ങിലേക്ക് പോകുന്ന പോയിന്റുകൾ എവിടെയൊക്കെ ഉണ്ട് എന്നും അത് നിർമ്മിച്ച വ്യക്തിക്ക് അറിയാമെങ്കിൽ കണ്ണ് തന്ന റബ്ബിന്, കാത് തന്ന റബ്ബിന്, കൈകാലുകൾ തന്ന റബ്ബിന് നമ്മുടെ ചലനങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്ന് അതിന്റെ ഒരു റിമോട്ട് കൺട്രോളർ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹുവിനറിയാം എന്റെ റബ്ബ് രഹസ്യത്തിൽ എന്നോട് എങ്ങനെയാണ്, പരസ്യത്തിൽ എങ്ങനെയാണ് എന്റെ റബ്ബ്, എന്റെ അടിമ എങ്ങനെയാണെന്ന് റബ്ബിനറിയാം. രണ്ടാമത്തെ പോയിന്റ് ഇഖ്ലാസ് ആണ്. ചുരുക്കി ഞാൻ പെട്ടെന്ന് പറയുന്നു. ജീലാനി തങ്ങളുടെ മറ്റൊരു കാര്യമാണ് ഇഖ്ലാസ്. ആ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നിരാശ ഉണ്ടാകൂല. ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ഒരു സംഗതിയാണ് വേണം. ആ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ സുബഹിക്ക് പള്ളിയിലേക്ക് വരാൻ ഒരു മടിയും ഉണ്ടാകൂല. നേരെ തുടരണം എന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്നിട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് 10:30 മണിക്കാണ്. 10:30 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഉറങ്ങാൻ തന്നെ മടിയല്ലേ? കാരണം ഇതൊന്ന് ദഹിച്ച് കിട്ടണ്ടേ. അതുകൊണ്ട് മഹാന്മാർ പറഞ്ഞു, നിങ്ങൾ നേരത്തെ ഒന്ന് ഭക്ഷണം കഴിച്ചു നോക്കൂ. പിന്നീട് നിങ്ങൾക്ക് ഭക്ഷണത്തിന് വിശപ്പ് വരുന്നുണ്ടോ, ഫ്രൂട്ട്സ് കഴിച്ച് ആ വിശപ്പകറ്റൂ. എങ്കിൽ നിങ്ങൾക്ക് നേരത്തെ എഴുന്നേൽക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ ശീലിച്ചതുകൊണ്ട് സുബഹി ജമാഅത്തിന് പള്ളിയിലെത്താൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുക, നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുക. ഈ ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ അലാരം വെക്കേണ്ടതില്ല, നേരത്തെ ഉണരും. പിന്നെ ചിലപ്പോൾ മനുഷ്യരാണല്ലോ, ഉറക്കിന്റെ കാഠിന്യം കൊണ്ട്, ശരീരം അസ്വസ്ഥതയായത് കൊണ്ട്, ചിലപ്പോൾ രോഗം വന്നത് കൊണ്ട്, പനി വന്നത് കൊണ്ട്, തലവേദന കൊണ്ട്, ചിലപ്പോൾ 1 or 2 ദിവസം അങ്ങനെയായിട്ടുണ്ടെങ്കിലും അപ്പോൾ തന്നെ പഠിച്ചോനെ ഇന്ന് എന്റെ സുബഹി ജമാഅത്ത് നഷ്ടപ്പെട്ടല്ലോ, പഠിച്ചോനെ മാപ്പാക്കണേ, ആ ഒരു ചിന്തയും കൂടെ മനസ്സിലേക്ക് വരുമ്പോൾ പടച്ചറപ്പ് അവന്റെ മനസ്സ് കാണും. പിറ്റത്തെ ദിവസം ഒന്നുകൂടെ നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയാണ് മുഅ്മിനായ മനുഷ്യൻ ജീവിക്കേണ്ടത്. അങ്ങനെ അതാ മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ വിശേഷണങ്ങൾ ചുരുക്കുന്നു. മറ്റൊന്ന് സുഹൃദാണ്. സുഹൃദ് എന്ന് പറഞ്ഞാൽ ദുനിയാവ് പാടെ ഒഴിവാക്കലാണ്. ദുനിയാവ് പാടെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് കിട്ടണം, എനിക്ക് അങ്ങനെയാകണം, എനിക്ക് അംബാനിയാകണം, എനിക്ക് അതെടുക്കണം, എനിക്ക് ആ വലിയ ബിൽഡിംഗ് കിട്ടണം, അങ്ങനത്തെ ചിന്ത ഒഴിവാക്കുക. ബിൽഡിംഗ് ഒക്കെ ഇങ്ങോട്ട് വന്നോളും. അപ്പൊ എങ്ങനെ? നമുക്ക് ജീവിക്കണമെങ്കിൽ ക്യാഷ് വേണം. ക്യാഷ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. പക്ഷേ ക്യാഷ് കിട്ടും. എങ്ങനെ ക്യാഷ് കിട്ടും? പടച്ച റബ്ബിൽ ജീവിതം ലയിച്ചു പോയാൽ നമ്മൾ അറിയാതെ നമ്മിലേക്ക് ഓരോന്നും വന്നുകൊണ്ടിരിക്കും. പക്ഷേ ആ രൂപത്തിൽ ജീവിതം നയിക്കണം. കിട്ടണം എന്ന രൂപത്തിൽ നടക്കുകയും ചെയ്യരുത്. അല്ലാഹുവിനെ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ ഒരു ഭാഗത്ത് അല്ലാഹു മാത്രമാണ്. പൈസ ഇങ്ങനെ വരുന്നു, പൈസ അങ്ങനെ തന്നെ പോകുന്നു, അതൊക്കെ നേരായ വഴിയിലേക്ക് ഇങ്ങനെ പോകുന്നു. അപ്പോഴാണ് സുഹൃദ് എന്നതിന്റെ അടയാളം നമ്മുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ. അങ്ങനെ മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ വിശേഷണങ്ങൾ ചുരുക്കുകയാണ്. നല്ലവേറും نجينا من كل എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നലവേറും തൊഴുതൊരു മുതുവാലെ 40 സുബ്ഹ് തൊഴുതോവർ തുടർച്ചയായ 40 ദിവസം. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു രാത്രി മുഴുവനും ഇബാദത്തിലാണ്. രാത്രി മുഴുവനും ഇബാദത്തിലാണ്. നമ്മൾ ഒരു ദിവസം സുബ്ഹാനല്ലാഹ് 27 രാവിലെ എല്ലാരും വിളിച്ചു വരുത്തി വരി മക്കളെ വരി എന്ന് പറഞ്ഞാൽ അപ്പൊന്ന് വരുമെന്നല്ലാതെ സുബ്ഹാനല്ലാഹ് നമ്മളൊരു ദിവസം എന്റെ റബ്ബിന് വേണ്ടി ഞാനൊന്ന് ഉറക്കമൊഴിച്ച് ഇബാദത്ത് എടുക്കണമെന്ന് ചിന്തിച്ചവർ ആരുണ്ട്? സുബ്ഹാനല്ലാഹ്. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു 40 വർഷം രാത്രി മുഴുവനും ആരാധനകൾ കൊണ്ട് ഹയാത്താക്കുന്നു. അങ്ങനെ ഹയാത്താക്കിയതിനാൽ ഇശാ നിസ്കരിച്ച വുദൂ കൊണ്ട് തന്നെ സുബ്ഹി നിസ്കരിച്ച മഹാനല്ലേ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. എല്ലാ ദിവസവും
അത്തായ സമയമാകുമ്പോഴേക്ക് ഒരു ഖത്മ് തീർത്ത മഹാനാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. എല്ലാ ദിവസവും ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മളോ റമദാൻ കഴിഞ്ഞിട്ട് 6 മാസമായി, എത്ര ഖത്മ് തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആനുമായി ബന്ധം വേണം. ഒരു ദിവസം ഇശാഇ മുതൽ സുബ്ഹി വരെ ഖുർആൻ ഓതിയതിന്റെ പേരിൽ ഖുർആൻ ഒരു ദിവസം ഖത്മ് തീർക്കുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഇതന്നെ വഴി. അങ്ങനെ ജീവിച്ച മഹാനാണ്. എല്ലാ ദിവസവും 5000-ലധികം സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തിയായിരുന്നു മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. നമ്മൾ എത്ര സ്വലാത്ത് ചൊല്ലാറുണ്ട്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഖൽബിനോട് ചോദിക്കുക. ദിവസവും നമ്മുടെ കരളിന്റെ കഷ്ണമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു 100 സ്വലാത്തെങ്കിലും ചുരുങ്ങിയത് ചൊല്ലട്ടെ. എത്ര പേരുണ്ട് പതിവായി 100 സ്വലാത്ത് ചൊല്ലുന്നവർ? അതുകൊണ്ട് ഒരു 100 സ്വലാത്തെങ്കിലും ചൊല്ലാതെ നമ്മൾ ഉറങ്ങാൻ പാടില്ല. ശൈഖ് ജീലാനി തങ്ങൾ അനുസ്മരിക്കുന്ന നമ്മുടെ മനസ്സിലേക്ക് കയറ്റേണ്ടത് ഇങ്ങനെയൊക്കെയാണ്: ഖുർആൻ ഓതണം, സ്വലാത്ത് ചൊല്ലണം, എന്റെ ജീവിതം നന്നാക്കണം. ഇങ്ങനെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടത്തണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ റമദാനിലും ഓരോ ദിവസവും 30 പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന മഹാനായിരുന്നു മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. വലിയ ഫലമാണ് മുഅ്മിനീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഞായറാഴ്ച ക്ലാസ്സിൽ ആ ഒരു സംഗതി നടക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 6 മാസം ഇനി റമദാൻ വരെയുള്ള ഈ 6 മാസത്തിൽ ഓരോ ഞായറാഴ്ചയും ഓരോരുത്തരും ഏറ്റെടുക്കണം. അതിപ്പോൾ തിരിപ്പിക്കുന്നില്ല. നിങ്ങൾ നമ്മുടെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഓരോ ഞായറാഴ്ചയും ഞാനുണ്ട് എന്ന് പറയണം. അതിലൂടെ എന്തെല്ലാം നടക്കുന്നുണ്ട്? നമ്മുടെ മരണപ്പെട്ടു പോയ ഉപ്പയുടെ പേരിൽ, ഉമ്മയുടെ പേരിൽ, വലിയുമ്മയുടെ പേരിൽ, വലിയുപ്പയുടെ പേരിൽ നല്ല ദുആ കിട്ടുന്നു. അതോടൊപ്പം മുഅ്മിനീങ്ങൾക്ക് ഒരു ചായ കൊടുക്കുന്നു. വലിയ ഭക്ഷണമൊന്നും അല്ലെങ്കിലും ചെറിയ ഒരു രൂപത്തിലെങ്കിലും അതിന്റെ മിഥ്ല സവാബ് ഖബറിലേക്ക് എത്തുമ്പോൾ നമ്മൾ മരിച്ചാലും അറിയാതെ നമ്മുടെ ഖബറിലേക്ക് എത്താൻ ഇത്തരം സദസ്സുകൾ ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റമദാൻ അങ്ങ് കഴിയുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് 900 പേർക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പ്രതിഫലമാണ് മഹാനവർക്ക് കിട്ടുന്നത്. കാരണം എല്ലാ റമദാനിലും ഓരോ ദിവസവും 30 പേർക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ 30 × 30 = 900 ആയില്ലേ? 900 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നു ഒരു റമദാൻ കഴിയുമ്പോഴേക്ക്. സുബ്ഹാനല്ലാഹ്. മാത്രമാണോ, ഡ്രസ് ഇല്ലാത്തവരുണ്ടോ? അന്വേഷിച്ചു നടക്കും. എന്നിട്ടോ ഡ്രസ് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്ന മഹാനാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. ഇങ്ങനെയൊക്കെ ഇബാദത്തെടുത്ത് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു വിശുദ്ധ മക്കയിലേക്ക് ചെല്ലുന്നു. വിശുദ്ധ മക്കയിലേക്ക് ചെന്നുകൊണ്ട് കഅബ ശരീഫിന്റെ സമീപത്തേക്ക് പോവുകയാണ്. കഅബ ശരീഫിന്റെ സമീപത്ത് ചെന്ന് പറഞ്ഞ വാചകം, മുഅ്മിനീങ്ങളെ, എന്തെല്ലാം ചെയ്യുന്നു? 40 വർഷത്തോളം മുഴുവനും ആരാധനയിൽ തന്നെ എല്ലാ ദിവസവും അത്താഴ സമയം ആകുമ്പോഴേക്ക് ഒരു ഖത്മ് തീർക്കുന്ന മഹാൻ. സുബ്ഹാനല്ലാഹ്, 5000-ലധികം സ്വലാത്ത് ചൊല്ലുന്ന മഹാൻ. റമദാൻ തീരുമ്പോഴേക്ക് 900-ലധികം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന മഹാൻ. ഡ്രസ് ഇല്ലാത്തവർക്ക് ഡ്രസ് കൊടുത്ത മഹാനാണ്. മക്കയിൽ ചെന്ന് വിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്ത് ചെന്നുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഇലാഹി ഫഅഫു അന്നി, ഇലാഹി ഫഅഫു അന്നി. അല്ലാഹ്, എനിക്ക് മാപ്പാക്കണേ, എനിക്ക് പുറത്തു തരണേ, ഈ അബ്ദുൽ ഖാദിറിനെ മാപ്പാക്കണേ എന്ന് പറയുന്നു. കടലിലെ തിരമാലകൾ കണക്കെ ഞാൻ പാപം ചെയ്തിട്ടുണ്ട്, എനിക്ക് മാപ്പാക്കണേ അല്ലാഹ്. നോക്കൂ, ആരാണ് പറയുന്നത്? എത്രയാണ് ഇബാദത്തെടുത്തത്? ഊണില്ല, ഉറക്കമില്ല, എല്ലാം ഒഴിവാക്കി അല്ലാഹുവിൽ ലയിച്ച മഹാനാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. എന്നിട്ടും വിശുദ്ധ കഅബാലയത്തിന്റെ അടുത്ത് പോയി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ വിനയം എത്രയാ, അവരുടെ ഇഖ്ലാസ് എത്രയാ, അവരുടെ ഇബാദത്ത് എത്രയാ. ആ മഹാനവറുകളെ അനുസ്മരിക്കുന്ന ഈ സമയത്ത് അവരുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ, ഞങ്ങളുടെ ജീവിതം നീ നന്നാക്കി തരണേ അല്ലാഹ്. അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ഇൻഷാ അല്ലാഹ്, മാലയുടെ ഈ രവ് നമുക്ക് ചെല്ലണം. അല്ലാഹു നമ്മിൽ